ഫർസാനയുടെ വീട്ടിൽ സംസ്കാരത്തിനായി മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയാണ്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഫർസാനയെ അതിക്രൂരമായിട്ടാണ് കൊല ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളൊക്കെയാണ്. പോലീസും അങ്ങനെയാണ് പറഞ്ഞത്. വളരെ ക്രൂരമായിട്ട് കൊല നടത്തിയിരിക്കുന്നു എന്നാണ്. തലയിൽ ചുറ്റിയുകൊണ്ട് തുരുതുര അടിച്ചു എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുള്ളത്. ഫർസാനയുടെ മൃതദേഹം അല്പസമയത്തിന് മുൻപായിരുന്നു വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിൽ ബന്ധുക്കൾ കണ്ടതിന് ശേഷം ഇപ്പോൾ സംസ്കാരത്തിനായി കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം സംസ്കാരം നടക്കും. ഫർസാനയുടെ സംസ്കാരം അവിടെ തന്നെ വീടിനടുത്ത് തന്നെയാണ് നടക്കുന്നത്. മറ്റുള്ളവരുടെ എല്ലാ സംസ്കാരം പാങ്ങോടാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാങ്ങോടാണ് ഈ പ്രതി കൊല ചെയ്ത ബാപ്പയുടെ ഉമ്മയുടെ വീട് പാങ്ങോടാണ്. അവിടെ തന്നെയാണ് സംസ്കാരം നടക്കുന്നത്. വലിയ ജുമാ മസ്ജിദിലാണെന്നാണ് അറിയുന്നത്. മറ്റു മൃതദേഹങ്ങൾ, അനിയൻ്റെ മൃതദേഹം പൊതുദർശനമുണ്ട്. നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, സ്കൂളിലെ കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടി പൊതുദർശനമുണ്ട്. ചെറിയ രീതിയിൽ നടത്തും. അതിനുശേഷം സംസ്കാരത്തിനായി കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, ഒത്തിരി സമയമൊന്നും വീട്ടിൽ വെക്കുന്നില്ല, സംസ്കാരത്തിനായി കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു അല്ലേ ഫർസാനെ? തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിയോട് കൂടെയാണ് മൃതദേഹം ഇവിടെ വീട്ടിലെത്തിച്ചത്. മുക്കുന്നിലുള്ള ഫർസാനയുടെ വീട്ടിലെത്തിച്ചത്. 20 മിനിറ്റ് ആകുന്നു ഈ സമയത്ത്. അതായത് ഇനി ആരെങ്കിലും കാണാനായിട്ട്, കാര്യം ഇപ്പോഴാണ് ഫർസാനയുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ കൂടെ കണ്ടതിന് ശേഷമായിരിക്കും, അതായത് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ടതിന് ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്നും ഈ അടക്കം ചെയ്യുന്നതിനായി കൊണ്ടുപോകുക എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ MSc വിദ്യാർത്ഥിനിയാണ് ഫർസാന. അതുകൊണ്ട് തന്നെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ അവർ കൂടെ കണ്ടതിന് ശേഷമായിരിക്കും കൊണ്ടുപോകുക. അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 3 മണിയോടുകൂടി എത്തിച്ച് ഏകദേശം പരമാവധി 3:30 തന്നെ വീട്ടിലെ മറ്റ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ചെറിയ കീഴിലുള്ള കാട്ടുമുറക്കൽ ജമാഅത്ത് പള്ളിയിലേക്ക് എത്തിക്കുന്നുള്ള കാര്യം തന്നെയാണ് നേരത്തെ ബന്ധുക്കൾ അറിയിച്ചിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ആളുകളായിരുന്നു ഫർസാനയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽക്കാരുണ്ട്, അങ്ങനെ നിരവധി നൂറുകണക്കിനായിട്ടുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും, അതായത് കാണാനായിട്ടുള്ള എല്ലാവരെയും കണ്ടതിന് ശേഷം ഒപ്പം തന്നെ വീട്ടിൽ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഇപ്പോൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് സുഹൃത്തുക്കളായിട്ടും കാണാനുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിൽ നിന്നും ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റുകയും തുടർന്ന് ചിറയൻകീഴിലേക്കുള്ള, അതായത് ചിറയൻകീഴാണ് ഈ ഫർസാനയുടെ പിതാവിന്റെ വീടെന്ന് പറയുന്നത്. അവരുടെ ജമാഅത്ത് എന്ന് പറയുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പള്ളിയിലേക്ക് എത്തിയാണ് അവരുടെയൊക്കെ ചെയ്യുന്നത്. തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ, അതായത് ഇൻക്വസ്റ്റ് നടത്തിയ പോലീസുകാർ ഈ ക്രൂരകൃത്യങ്ങളെ കുറിച്ച്, അഫ്ഗാൻ നടത്തിയ ക്രൂരകൃത്യങ്ങളെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ബ്രൂട്ടൽ എന്നുള്ളൊരു വാക്കുകൊണ്ടാണ് അവർ അഭിസംബോധന ചെയ്തത്. കാര്യം അത്രത്തോളം ചില ഉദ്യോഗസ്ഥർക്ക് അവരുടെ സർവീസിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകം നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പോലും പറയുന്നത്. അപ്പോൾ യാതൊരു മനസാക്ഷിയുമില്ലാതെ അഫ്ഗാൻ ചെയ്ത ഒരു പ്രവൃത്തി, അതിന് ഇരയായത് 5 പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ വരുന്നു. അപ്പോൾ ആ ഒരു സങ്കടവും ആ വിഷമവും ഒക്കെ തന്നെ ഈ വീട്ടിൽ എല്ലാവരോടും സംസാരിക്കുന്ന കാര്യം. എന്ത് പറയണം, എങ്ങനെ തങ്ങളുടെ ബന്ധുക്കളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെയാണ് ഇവിടെ ഓരോ ആളുകൾ ഇപ്പോൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഫർസാനയുടെ പിതാവിന് ഉൾപ്പെടെ കാര്യം നേരത്തെ തന്നെ ഒരു ക്ഷീണം ആവുകയും ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുണ്ട്. വീണ്ടും അദ്ദേഹത്തെ ഫർസാനയുടെ പിതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം കാര്യം ആകെ ആ വിഷമത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണ് ഈ കുടുംബം വീണ്ടും ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെ ആ കുടുംബത്തിനെ ആകെ ഏറ്റവും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മറ്റ് പ്രദർശനം ഉൾപ്പെടെ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഉടൻ തന്നെ, അതായത് ഫർസാനയുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റുമെന്നുള്ള കാര്യം നമുക്ക് കാര്യം നേരത്തെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ക്ഷീണമുണ്ടായിരുന്നു പിതാവിന്. അതിനുശേഷം വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇതിന് തൊട്ട് മുന്നിലെ വാഹനത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം ഈ സമയം ഏകദേശം ഈ ഒരു സമയത്താണ് ഇവിടെ നിന്നും ഫർസാന ഈ അഫ്ഗാന്റെ ഒപ്പം പോവുകയും അതിനുശേഷമാണ് ഒരു ക്രൂരകൃത്യം നടന്ന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. ഒരു കാരണവശാലും കാര്യം ദൈനംദിനം കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ചുകൊണ്ടാണ് ആ പിതാവ് തന്റെ മക്കളെയൊക്കെ വളർത്തുകയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇത്തരത്തിൽ
ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആ പിതാവിനെ കാര്യം അത്രത്തോളം വാത്സല്യത്തോടുകൂടെ വളർത്തിയ മകൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പിതാവിനെ ഒരു തരത്തിലും അത് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിഷമകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പൊതുദർശനത്തിനകത്തേക്ക് വയ്ക്കുമ്പോഴും ഒന്ന് ആ പിതാവിന്റെ കണ്ണീരിൽ നിന്ന് കണ്ണീരെന്ന് പറയുന്നത് അത്രത്തോളം അവർ വേദനയുടെയും വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതാ ഈ പൊതുദർശനം ഏകദേശം പൂർത്തിയായും മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പൊ ഏകദേശം ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് യാത്ര മാത്രമാണ് ചിറയൻകീഴിലേക്കുള്ളത്. അവിടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സമീപത്ത് കുമാരപുരത്തുള്ള പള്ളിയിൽ എത്തിച്ച് മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു ഇവിടെ വെഞ്ഞാറമൂട് മുക്കുന്നൂരിലുള്ള വീട്ടിലേക്ക് എത്തിച്ചത്. ഇവിടെ അല്പസമയത്തിനകം ഇറക്കുകയും തുടർന്ന് ചിറയൻകീഴിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രതി എത്രത്തോളം ക്രൂരമായാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഫർസാനയ്ക്ക് പ്രധാനമായും പറ്റിയിട്ടുള്ള മുറിവുകൾ എന്ന് പറയുന്നത് നെറ്റിയിലാണ്, ആഴത്തിലാണ് നെറ്റിയിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഈ ഒരു തവണ മുറിവേൽപ്പിച്ചെടുത്ത് തന്നെ വീണ്ടും വീണ്ടും ഈ പ്രതി ക്രൂരമായി മുറിവേൽപ്പിച്ചു എന്നുള്ള കാര്യമാണ് പ്രാഥമികമായ ഇൻക്വസ്റ്റിൽ നിന്നും ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം. ഏറ്റവും ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് കൊലപാതക മരണകാരണം എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നടത്തി എന്നുള്ളതാണ് പോലീസിനെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. കാരണം നേരത്തെ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു കാര്യത്തിലേക്ക് എന്തുകൊണ്ട് ഫർസാനയെ വലിച്ചു വെച്ചു എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഈ ആളുകളൊക്കെയും ഒപ്പം തന്നെ പോലീസിനും ഇതുവരെയും അത് കൃത്യമായിട്ടൊരു മറുപടി കിട്ടാത്ത ഒരു ചോദ്യമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ഇനി തുടർന്ന് ആയിരിക്കും അതിനൊക്കെ എന്താണ് കൃത്യമായ ഒരു മറുപടി നൽകേണ്ടത് ആ പ്രതി തന്നെയാണ്. പക്ഷെ പ്രതി കൃത്യമായി അതിനോട് സഹകരിക്കാതിരിക്കുന്നിടത്തോളം സമയം പോലീസിനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ കഴിഞ്ഞ അതായത് 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അതിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിലെ തന്നെ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ തന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വീട്ടിലേക്ക് ഈ സമയത്തോടുകൂടിയൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയും തുടർന്ന് തന്റെ വീട്ടിൽ വെച്ചായിരുന്നു അത്തരത്തിൽ ഒരു ക്രൂരമായ കൃത്യം പ്രതി നടത്തുകയും ചെയ്ത് പെരുമലിന്റെ വീട്ടിലേക്ക് ഇവിടെ നിന്നും ബൈക്കിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ എത്തിച്ചതിന് ശേഷമായിരുന്നു കൊലപ്പെടുത്തിയെന്നുള്ളതാണ് പ്രതി തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം. അത് തന്നെയാണ് പോലീസിന് ആ സ്ഥലമൊക്കെ സന്ദർശിച്ചപ്പോഴും പരിശോധന നടത്തിയപ്പോഴും ഒക്കെ മനസ്സിലാകുകയും ചെയ്യുന്ന കാര്യം എന്നുള്ളതാണ് നമുക്കും വ്യക്തമാകുന്നത്. ഇവിടെ നിന്നും അതായത് വീട്ടിലെ അതായത് പ്രാർത്ഥനയൊക്കെ തന്നെ അല്പസമയം മുമ്പ് പൂർത്തിയായി. അവസാനമായി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ഉടൻ തന്നെ ആ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയും ഖബറടക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യും തന്നെയാണ്. ശരി ലിജോ, അല്പസമയത്തിനകം തന്നെ ഫർസാനയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റും, കബറടക്കത്തിനായി കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. ഒത്തിരി സമയം വീട്ടിൽ വെക്കുന്നില്ല. 3 മണിയോടെയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടെ പ്രാർത്ഥനയുണ്ട്. ബന്ധുക്കൾക്ക് കാണേണ്ട അവസരം കൂടി ഒരുക്കിയതിനു ശേഷമായിരിക്കും സംസ്കാരത്തിനായി കൊണ്ടുപോവുക. ഒപ്പം തന്നെ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും മൃതദേഹം വീട്ടിൽ എത്തിക്കുന്നു. ആ സംസ്കാരവും അല്പസമയത്തിനകം നടക്കും എന്നാണ് അറിയുന്നത്. അനിയൻ്റെ മൃതദേഹം പൊതുദർശനം നടത്തുന്നുണ്ട്. ബന്ധുക്കൾക്കും മറ്റ് കൂട്ടുകാർക്കുമൊക്കെ കാണാൻ വേണ്ടി ചെറിയൊരു പൊതുദർശനം അവിടെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫർസാനയുടെ മൃതദേഹം പുറത്തേക്ക് സംസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് വീട്ടിൽ ഫർസാനയുടെ മൃതദേഹം വെച്ചിരുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ ഖബറടക്കത്തിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, എന്താണ് സ്ഥലത്തു നിന്നുള്ള വിവരം?
ധന്യ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഫർസാനയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അതായത് താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് അവസാനമായി 22 വർഷം താൻ ഓടി താന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളർന്ന വീട്ടിൽ അവസാനമായി ഫർസാന വന്നെന്നും മടങ്ങിപ്പോ, അതായത് അവസാനം ഒരു തിരിച്ചുവരവില്ലാത്ത യാത്രയിലേക്ക് ഫർസാന പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിഷാദകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ സമയം വരെയൊക്കെ ഈ വീട്ടിൽ ജീവനോടുകൂടെ ഉണ്ടായിരുന്ന ഫർസാന എന്നാൽ ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ആ ജീവനറ്റ ശരീരമായി ഈ വീട്ടിലേക്ക് വരികയും അവസാനമായി ആ വീട്ടിനുള്ളിലേക്ക് കയറുകയും അതിനുശേഷം ഇപ്പോൾ ഇതാ അന്ത്യവിശ്രമം കൊള്ളാനായി ഒരുക്കിയിരിക്കുന്ന കിരങ്കി കാട്ടുമുറിച്ചാൽ പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് ആംബുലൻസ് ഇവിടെ നിന്നും പുറപ്പെടുകയാണ്. ബന്ധുക്കളും ഒപ്പം തന്നെ കുടുംബക്കാരും ഒക്കെ ഏറെ വിഷമത്തോടുകൂടെ ഏറെ സങ്കടത്തോടുകൂടെയാണ് അവസാനമായി ഫർസാനയെ ഒരു നോക്കാൻ കാണാനായി ഇവിടെ എത്തുകയൊക്കെ ചെയ്തത്. സുഹൃത്തുക്കളായാലും എല്ലാവരും നിറ കണ്ണുനീരുകളോടെ ആയിരുന്നു ഇവിടെ എത്തിയിരുന്നതെന്നുള്ളതിനെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഈ ചെറിയ കീഴിലുള്ള ആ പള്ളിയിലേക്ക് എത്തിക്കുകയും അവിടെ ഒരുക്കിയിരിക്കുന്ന ഖബർസ്ഥാനിലേക്കും അടക്ക കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ള അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും തന്നെ ഇപ്പോൾ അവിടേക്ക് ക്രമീകരണങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കട്ടെ. ധന്യ. ശരി ലിജോ, ഫർസാനയുടെ മൃതദേഹം ഖബറടക്കത്തിനായി കൊണ്ടുപോയി വീട്ടിൽ അരമണിക്കൂർ മാത്രമാണ് പ്രാർത്ഥനകൾക്കും മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയും വീട്ടിലേക്ക് എത്തിച്ചു. 3 മണിയോടെ എത്തിക്കുകയായിരുന്നു. അരമണിക്കൂർ വീട്ടിൽ വെച്ച ശേഷം ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മറ്റ് ഉള്ള ആളുകളുടെ സംസ്കാരവും അല്പസമയത്തിനകം നടക്കും. പാങ്ങോട് വലിയ ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയുന്നത്. വീടുകളിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ എത്തിക്കും. ഈ ചെറിയ കുട്ടിയുടെ ചെറിയ രീതിയിൽ അവിടെ കൂടെ പഠിച്ച അല്ലെങ്കിൽ അധ്യാപകർക്ക് ബന്ധുക്കൾക്കൊക്കെ കാണാൻ വേണ്ടി ചെറിയ പൊതുദർശനമുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാരം നടക്കുക. അതും പാങ്ങോട് വലിയ ജുമാ മസ്ജിദിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.